മൂന്നാർ ഡ്രീം ക്യാച്ചർ പ്ലാന്റേഷൻ റിസോർട്ടിലായിരുന്നു ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരുന്നത്. ഏകദേശം 28 ഏക്കറിലാണ് ഈ റിസോർട്ട്. ഇതിൽ പച്ച കാർപ്പറ്റ് വിരിച്ചതുപോലുള്ള ഈ തേയിലത്തോട്ടമാണ് കേട്ടോ ഹൈലൈറ്റ്. കണ്ടില്ലേ, കണ്ണെത്താ ദൂരത്തോളം നീണ്ടു നിവർന്ന് നിൽക്കുന്ന തേയിലത്തോട്ടം. പലതരം വെറൈറ്റി ഫ്രൂട്ട്സിന്റെ പ്ലാന്റ്സും ഉണ്ട് ഇതിനിടയ്ക്ക്. അതിൽ ചിലതൊക്കെ കായ്ച്ചിട്ടുമുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ വേറൊരു ലോകത്തെത്തിയതുപോലെയായിരുന്നു. നേച്ചർ ഇത്ര സുന്ദരിയായിരുന്നു എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. അത്ര മനോഹരിയായി അണിയിച്ചൊരുക്കിയിരിക്കുകയാണ് പ്രകൃതിയെ ഇവിടെ. ഇതൊരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ഇതിലൂടെയാണ് അവരുടെ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നത്. ഇവരുടെ ഫുഡിന്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ടോപ്പ് വ്യൂസ് കാണാനായി ഇവിടെ 2 ഏർമാടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള കാഴ്ചകളുടെ ഭംഗി നമ്മളെ തന്നെ മറന്ന് അങ്ങ് കണ്ടു നിന്നു പോകും. എത്ര നന്നായിട്ടാണല്ലേ ഇവരിതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇവിടുത്തെ ഹണിമൂൺ കോട്ടേജ് ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. ഈ കാണുന്ന ഏലത്തോട്ടത്തിന്റെ ഇടയിൽ മുകളിൽ കാണുന്നതാണ് ഞങ്ങളുടെ കോട്ടേജ്. അവിടെ നിന്ന് നോക്കിയാൽ പ്ലാന്റേഷനിലേക്ക് അത്യാവശ്യം നല്ല വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ. റൂമിന്റെ ബാക്കിലുള്ള വ്യൂവും അടിപൊളിയായിരുന്നു. കുന്നുകളെ മേഘം തലോടി അങ്ങനെ പോകുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതാണ് ഞങ്ങളുടെ റൂം. ഇവിടെ വിൻഡോ തുറന്നാൽ കാണുന്ന വ്യൂവും അടിപൊളിയായിരുന്നു. തൊട്ടുപുറകിൽ ഒരു ഫോറസ്റ്റിന്റെ അറ്റ്മോസ്ഫിയർ ആണ്. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം അവിടുത്തെ ഇൻഫിനിറ്റി പൂൾ ആയിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, റൂമിൽ വന്ന് ചേഞ്ച് ചെയ്ത് ഒറ്റയോട്ടമായിരുന്നു പൂളിലേക്ക്. കണ്ടില്ലേ, ഇവിടെ ഒരാളുടെ മെയിൻ ഫോക്കസ് അണ്ടർ വാട്ടർ ഷൂട്ടിംഗ് ആയിരുന്നു. പിന്നെ തലങ്ങും വേലങ്ങും പല രീതിയിൽ പല ആംഗിളിൽ അങ്ങനെ ഫോട്ടോസും വീഡിയോസും. പൂളിൽ ഇറങ്ങിയാൽ കയറാനേ തോന്നില്ല. ആ കാണുന്നതാണ് ഇവരുടെ റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റ് താഴെ നോർമൽ റൂംസും ഇവിടെ അവൈലബിൾ ആണ്. 7:30-8 മണിയോടെ ഈ കാണുന്ന ഏർമാടത്തിൽ ക്യാമ്പ് ഫയർ ഉണ്ട്. 6 മണി കഴിഞ്ഞപ്പോൾ തന്നെ നല്ല കോടയായിരുന്നു. പിന്നെ ഞങ്ങൾ റൂമിൽ പോയി ഒന്ന് ഫ്രഷപ്പായി കുറച്ചു നേരം റെസ്റ്റ് ചെയ്തു. ഈ പല കളറിലുള്ള ലൈറ്റ്സ് ഇങ്ങനെ കത്തി നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ടല്ലേ, അതും ഈ മഞ്ഞിനിടയ്ക്ക്. നൈറ്റ് ആയപ്പോഴേക്കും പൂളിന്റെ ആംബിയൻസ് ഒരു രക്ഷയുമില്ലായിരുന്നു. പൂളിന് തൊട്ട് മുകളിലുള്ള ഏർമാടത്തിലാണ് ക്യാമ്പ് ഫയർ നടക്കുന്നത്. ആദ്യമൊക്കെ എല്ലാവരും സൈലന്റ് ആയിരുന്നു. പിന്നെ ഞാൻ ഓർത്തു, എന്തിനാ നമ്മൾ ഈ മസിൽ പിടിച്ചിരിക്കുന്നത്, ഒറ്റ ലൈഫല്ലേ ഉള്ളൂ, അടിച്ചു പൊളിക്കണം. വേറൊന്നും നോക്കിയില്ല, അങ്ങ് അർമാദിച്ച് കളയാമെന്ന് തീരുമാനിച്ചു. എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു കുട്ടി ഫ്രണ്ടാണ് കേട്ടോ ഈ കാണുന്ന ഐഷുമോള്. വളരെ ചുരുങ്ങിയ സമയത്ത് പരിചയം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് കണക്റ്റഡായി. ഐഷുവിന്റെ മമ്മിയും ഞങ്ങൾ ഇവിടെ കട്ടക്കുണ്ടായിരുന്നു. അങ്ങനെ ക്യാമ്പ് ഫയർ ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ഫുഡ് കഴിക്കാനുള്ള പോക്കാണ്. ആ ലൈറ്റ് കാണുന്നില്ലേ, അതാണ് അവരുടെ റെസ്റ്റോറൻറ്റ്. ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് കയറി വേണം അവരുടെ റെസ്റ്റോറൻറ്റിലേക്ക് എത്താൻ. പിറ്റേന്ന് രാവിലെ റൂം തുറന്നപ്പോൾ കണ്ട കാഴ്ചയാണിത്. മുഴുവൻ കോട കൊണ്ട് മൂടിയിരിക്കുന്നു. പിന്നെ കണ്ണനെയും കുത്തിപ്പൊക്കി ചാടി ഇറങ്ങി ബാക്കി കാഴ്ചകൾ കാണാൻ. ജീപ്പ് സഫാരിയും കുതിര സഫാരിയും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ 2ാമത്തെ ഏർമാടത്തിന് താഴെ ഒത്തിരി മീനുകളുള്ള ഒരു മീൻകുളം ഉണ്ട്. ഇതിന് തൊട്ടടുത്ത് കുട്ടികൾക്ക് വേണ്ടി അവരൊരു കിഡ്സ് പ്ലേ ഏരിയയും ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് കേട്ട് അത് കാണാനുള്ള പോക്കാണ് ഈ കാണുന്നത്. പോയത് എന്തായാലും നഷ്ടമായില്ല. കണ്ടില്ലേ, മൂന്നാറിൽ ഒരു അടിപൊളി വെക്കേഷൻ പ്ലാൻ ചെയ്യുന്ന കൂട്ടുകാർക്ക് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്റ്റേക്കേഷൻ ആയിരിക്കും ഡ്രീം ക്യാച്ചർ പ്ലാന്റേഷൻ റിസോർട്ട് മൂന്നാർ. വീഡിയോ ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.